എല്ലാവർക്കും വൈറ്റ് സോൺ ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് ആ ഒരു റയൽ മാഡ്രിഡ് ഈ ഒരു റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ബെൻഫിക്കനെ സെക്കൻഡ് ലെഗിലും ബെർണാബ്യൂവിൽ വെച്ചിട്ടും പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു മത്സരത്തെ കുറിച്ചുള്ള എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ്, അല്ലെങ്കിൽ ഒരു റിവ്യൂ ആണ്. അപ്പം ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ റയൽ കളിയൊക്കെ ജയിച്ചു, സൂപ്പർ ആയിട്ടുണ്ട് നമുക്ക് തോന്നും, അങ്ങനെയാണ് തോന്നുക. പക്ഷെ സ്റ്റില്ല് റയലിലുള്ള ആ ഒരു പ്രശ്നങ്ങളൊക്കെ അതുപോലെ തന്നെ അവിടെ ഉണ്ട്. പിന്നെ കുറെ പ്രശ്നങ്ങൾ പുതുതായിട്ട് വന്നമായിരിക്കും കളി കാണുമ്പോൾ നമുക്ക് തോന്നിയേക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു കളിത്തെ മേജർ ഇൻസിഡൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇത്രയും ഹൈപ്പിൽ വന്ന് ഇത്രയും ബെർണാബ്യൂ ആണ്, 90 മിനിറ്റ് ഇത്രയും ലോങ് ആണെന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് ആദ്യം അവിടെ ഗോൾ സ്കോർ ചെയ്തിട്ടുള്ളത് ബെൻഫിക്കയാണ്. ബെൻഫിക്ക എന്ന് പറയുന്നത് അത്ര വലിയൊരു ജയന്റ് ടീമൊന്നും അല്ല. ഈ ഒരു എവേയിൽ പോട്ടെ, എവേയിൽ എന്തെങ്കിലും സംഭവിച്ചോട്ടെ, പക്ഷെ ഈ ഒരു ഹോമിൽ വന്നുകാണ്ട് ഇത്രയൊക്കെ കാട്ടണമെന്നുണ്ടെങ്കിൽ ബെൻഫിക്ക എന്താ ചെയ്യണം എന്നുള്ളതാണ് എനിക്കറിയാത്തത്. അല്ലാന്നുണ്ടെങ്കിൽ റയലിന്റെ ഡിഫൻസ് എന്ത് തേങ്ങയാണ് അവിടെ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിത്തെ മേജർ മിസ് എന്ന് പറയുന്നത് എഡർ മിലിറ്റാവും ഹുയിസണൊന്നും ഈ ഒരു കളിയിൽ ഡിഫൻസിൽ ഇല്ല എന്നുള്ളത് എടുത്ത് പറയേണ്ട സംഭവമാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു ആർബിയോളൻ്റെ അണ്ടറിൽ ഹുയിസൺ ആ ഡിഫൻസിൽ ഉണ്ടാവുമോ ഒരു പ്രത്യേക ഒരു ഇത് വരുന്നുണ്ട്. പക്ഷേ ആ ഒരു അസൻസിയോ ആണ് ഇന്നലെ അവിടെ കളിച്ചിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഇന്ന് അവിടെ കളിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അസൻസിയോക്കാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഇഞ്ചുറി പറ്റി കയറി പോകുന്നത് നമ്മൾ കണ്ടു. ഈ ഒരു അസൻസിയോ റൂഡിഗർ കോമ്പോ പലപ്പോഴും വർക്കാകാതെ പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ നല്ലൊരു ഇതുണ്ട്. പിന്നെ ഈ ഹോമായിട്ട് പോലും നല്ല രീതിയിൽ തന്നെ കോട്ടോയ്സ് എത്ര നല്ല നല്ല സേവുകൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ആ ഒരു മത്സരത്തിൽ ഒരു പക്ഷേ അത്ര ഒരു 2 ഗോളിന്റെ ലീഡിലൊക്കെ റയലിന് ജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകുക. ഇനി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ ലെഗിലും ഈ ഒരു ചുവോമിനി എന്ന് പറയുന്ന ഒരു പ്ലെയർ ആ ഒരു മിഡ് അടക്കി ഭരിക്കുന്ന ഒരു കാഴ്ച കണ്ടിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ലെഗിലേക്ക് വന്നപ്പോൾ അവിടെ ഒരു നല്ലൊരു സൂപ്പർ ക്രൂസ് സ്റ്റൈൽ ഗോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വാൽവർദയാണ് 2 ഗോൾ വന്നിട്ടുള്ളത്. 2നും അസിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് വാൽവർദേൻ്റെ അസിസ്റ്റ് ആണ്. ആ ഒരു ചുവോമിനിന്റെ ആ ഒരു ഗോൾ എന്ന് പറയുന്നത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗോളായിരുന്നു. അത് എടുത്തു പറയേണ്ട സംഭവം തന്നെയാണ്. പിന്നെ അതിനുശേഷം നമ്മൾ ഈ ഒരു ബെൻഫിക്കന്റെ ആ ഒരു ഹോം ഗ്രൗണ്ടിൽ വെച്ച് നടന്നപ്പോൾ ഈ ഒരു വിനീഷ്യസ് ജൂനിയർ ആ ഒരു സെലിബ്രേഷൻ ഇട്ടേനെയാണല്ലോ ഇത്രയും ഇതൊക്കെ ഉണ്ടായിരുന്നത്. ഈ ഒരു സെക്കൻഡ് ലെഗിൽ വന്നപ്പോഴും ഈ ഒരു വിനീഷ്യസ് ജൂനിയർ ഗോൾ അടിച്ചിട്ടുണ്ട്. ഈ ഒരു വിനീഷ്യസ് ജൂനിയർ ഗോൾ അടിച്ചിട്ടതിന് ശേഷം നേരെ പോയിട്ട് ആ ഒരു കഴിഞ്ഞ ലെഗിൽ എന്താണോ സംഭവിച്ചത് ആ ഒരു സെലിബ്രേഷൻ തന്നെ അവിടെ ആവർത്തിക്കുന്ന കാഴ്ച കണ്ടു. അതും ഒരു നല്ലൊരു ഇൻസിഡന്റ് ആയിരുന്നു. പിന്നെ ഇതിൻ്റെ അടക്കം ഒരു ഗുള്ളറിൻ്റെ ഒരു ഓഫ് സൈഡ് ഗോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ടോട്ടലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും കുറേ സെറ്റാകാണ്ട് ഇത് ഇങ്ങനെ കളിച്ചുകൊണ്ടൊന്നും നേരെ പോയി കണ്ട് UCL അടിക്കാന്നല്ല വ്യാമോഹങ്ങളൊന്നും വേണ്ട. ഇനി സിറ്റിനെയോ അല്ലെങ്കിൽ സ്പോർട്ടിങ്ങിനെയോ ആണ് കിട്ടുക. 2 ടീമാണെങ്കിലും കണക്കാണ്. വലിയ ടീമിന് സിറ്റിയാണ് വിചാരിച്ചങ്ങാണ്ട് അത്ര ഹൈപ്പ് കൊടുക്കാറുണ്ട്. ഇനിയിപ്പോൾ സ്പോർട്ടിങ്ങിന് കിട്ടുമ്പോൾ സിമ്പിൾ ആണെന്ന് പറയാൻ പറ്റില്ല. ബെൻഫിക്കൻ്റെ അതേ ലീഗിൽ തന്നെയാണ് ഈ ഒരു സ്പോർട്ടിങ്ങും കളിക്കണം എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു മത്സരത്തെ കുറിച്ച് പറയാനുള്ളത്. ഇതിലിപ്പോൾ ലാലീഗത്തെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേറൊരു വീഡിയോ ചെയ്യേണ്ടി വരും. കാരണം ഒരാഴ്ച ടേബിൾ ടോപ്പിൽ നിന്നുകൊണ്ട് പിറ്റത്തെ ആഴ്ച ഓസാസുനോട് 15 വർഷത്തിന് ശേഷമാണ് റയൽ തോൽക്കുന്നത്. അങ്ങനെ തോറ്റിട്ട് വീണ്ടും 2ാം സ്ഥാനത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പം ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ ആരെ കിട്ടുന്നുള്ളത് ഈ ഒരു വെള്ളിയാഴ്ച അറിയാം. അപ്പോൾ അതിനുശേഷം നമുക്ക് അതിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്യാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൂടെ നിൽക്കുക. ഓക്കെ.